നിങ്ങൾ നിങ്ങളുടെ 60കളിലോ 70കളിലോ ആണോ ഉള്ളത്? ഒരുപാട് ഫ്രീ ടൈം ഒക്കെ ഉണ്ട്, പക്ഷെ സംസാരിക്കാൻ ആരുമില്ല. ചിലപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ഒരു ജോലി തിരക്കിലായിരിക്കാം. ചിലപ്പോൾ അവർ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ഒരുപാട് ദൂരെ ആയിരിക്കും. പലപ്പോഴും അവർ പറയുന്ന, നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധക്കാരൊക്കെ പറയുന്ന കമന്റ്സ് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ കൊച്ചുമക്കളുടെ കമന്റ്സ് വരെ നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ടാവാം. പതിയെ പതിയെ നമ്മൾ അധികം അഭിപ്രായം പറയാൻ പോകാതിരിക്കും അല്ലേ? ഒരു സൈലന്റ് മോഡിലേക്ക് അങ്ങ് പോകും. പിന്നെ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങും. പലതരം ചിന്തകൾ വരും. മരിച്ചുപോയ സുഹൃത്തിനോടോ അച്ഛനോടോ ചെയ്ത കാര്യങ്ങൾ, അന്ന് ചെയ്തത് ശരിയായില്ല, പിന്നെ അതോർത്തുള്ള കുറ്റബോധം, പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. സന്ധിവേദന, ഗ്യാസ് ട്രബിള്, കോൺസ്റ്റിപ്പേഷൻ. അതേസമയം നിങ്ങൾക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നിങ്ങളുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും തുറന്നു പറയാൻ ഒരാൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിലോ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക? വളരെ സമാധാനം തോന്നും അല്ലേ? ഇത് തന്നെയാണ് സ്മൃതി മെഡിറ്റേഷനിൽ സംഭവിക്കുന്നത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സുഹൃത്തിനോട് തുറന്നു പറയുന്നത് പോലെ നിങ്ങൾക്ക് ഡോക്ടറോട് തുറന്നു പറയാം. ഇവിടെ ശരിക്കും നിങ്ങൾ ഡോക്ടറോടല്ല സംസാരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് തന്നെയാണ് തുറന്ന് സംസാരിക്കുന്നത്. ഈവൻ മരിച്ചു പോയിട്ടുള്ള വ്യക്തികളോട് വരെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷനിലൂടെ റിസോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങളുടെ ഒരു സഹനശക്തി കൂടും. അതുപോലെ ഒരു പരസഹായം ഇല്ലാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ലൈഫിൽ മുന്നോട്ട് ലീഡ് ചെയ്യാനും ഈ ഒരു സ്മൃതി മെഡിറ്റേഷൻ വഴി സഹായിക്കും.